എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ശ്ലോകം 53, 54, 55, 56 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപസ്ത്രീകളുടെ ആ ഭക്തി, പ്രേമഭക്തി, അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവരുടെ കരഞ്ഞുകൊണ്ട് അവരാ ഭഗവാനെ വിളിക്കുന്നത്. അങ്ങനെ കേട്ടു ഉദ്ധവൻ. മനസ്സിലായി ഉദ്ധവന് എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നോട് പറഞ്ഞയച്ചത് ദൂതനായിട്ട്. ഇത്രയൊക്കെ ഭക്തി ഉണ്ടാവോ ഒരാൾക്ക് എന്നുള്ളങ്ങനെ തോന്നി. ഇവരുടെ എല്ലാവരുടെയും, ഈ ഗോപസ്ത്രീകളുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഭഗവാൻ മാത്രം. ഒന്നുകൂടി അപ്പൊ ഉദ്ധവന് തോന്നി ഇവരെ നല്ലോണം ആശ്വസിപ്പിക്കണം. ഭഗവാന്റെ ആ സന്ദേശം ഒന്നുകൂടി വിസ്തരിച്ച് ഇഷ്ടമായിട്ട് പിന്നെയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അവർക്ക്. ശ്രീ ശുകബ്രഹ്മർഷി പറയണു പരീക്ഷിത് മഹാരാജാവിനോട്. ശ്ലോകം 53. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 53. തതസ്ഥാ കൃഷ്ണസന്ദേശേ വ്യപേതവിരഹജ്വരാ ധവം പൂജയാഞ്ചക്രു ജ്ഞാത്വാത്മാനം അധോക്ഷജം. ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു, കരയണ ഗോപികളോട് വീണ്ടും ഉദ്ധവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ച വാക്യങ്ങള് വിസ്തരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോ അവരുടെ വിരഹക്ലേശം കുറച്ചൊന്ന് ശമിച്ചു. ശ്രീകൃഷ്ണൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടറിയാൻ തക്ക സ്വരൂപമുള്ളവനല്ല. എല്ലാവരുടെയും ഹൃദയ ആകാശത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സ്വയം ജ്യോതിസ്വരൂപനായ പരമാത്മാവ് തന്നെ എന്നുള്ള ആ തത്വബോധം ഉദ്ധവോപദേശത്താൽ ഗോപികൾക്ക് ഉണ്ടായി. ഈ വിധം തങ്ങളുടെ വിരഹാതി തീർത്ത് സന്തോഷിപ്പിച്ച പരമഗുരുവായ ഉദ്ധവനെ ഗോപികള് പൂജിക്കുകയാണ്. പിന്നെ ഉദ്ധവന്റെ വാക്കുകൾ എങ്ങനെ കേട്ടപ്പോ അവർക്ക് കുറേ സമാധാനമായി. ഭഗവത് ഭക്തി അധികരിക്കുമ്പോൾ മറ്റു സകലതും മറന്ന് ഭഗവാനെ തന്നെ ചിന്തിക്കും. ആ ഭഗവത് സ്വരൂപം കാണണം എന്നുള്ളൊരു മോഹം മാത്രമല്ലാതെ മറ്റൊരു ആശയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ആത്മാവായി വിളങ്ങുന്ന തന്റെ സ്വരൂപത്തെ അവരുടെ ഹൃദയ ഗുഹയിൽ തന്നെ കാട്ടിക്കൊടുക്കാൻ തക്ക ആ ഗുരുവിനെ ഭഗവാൻ തന്നെ അയച്ചു കൊടുത്ത് അവരുടെ സർവക്ലേശത്തെയും തീർത്ത് ആനന്ദിപ്പിക്കും എന്നുള്ള തത്വം ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവർക്ക് ഹൃദയത്തിൽ ഇങ്ങനെ ഭഗവാനെ കാണാൻ സാധിച്ചു ഉദ്ധവന്റെ വാക്കുകൊണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ഉദ്ധവനെ പറഞ്ഞയച്ചത്. ആ ഭക്തി പരിശുദ്ധകളായ ഗോപികൾക്ക് ജ്ഞാനം ഉപദേശിക്കാനാണ് ഭഗവാൻ ഉദ്ധവനെ അയച്ചത്. അവര് ജ്ഞാന വിജ്ഞാന സഹിതകളാവുകയും ചെയ്തു. ഭക്തിയാമാം അഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വത എന്ന ഭഗവത് വാക്യം അന്യഥ ഭവിക്കില്ല. അത് ഭഗവാന്റെ വാക്ക് ഒരിക്കലും അസത്യമായി ഭവിക്കില്ല എന്ന് അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ് ഗോപസ്ത്രീകൾ. ഉവാസകജിജിന്മാസാൻ ഗോപീനാം വിനുദൻ ശുച കൃഷ്ണലീലാകഥാം ഗായൻ രമയാമാസ ഗോകുലം. കൃഷ്ണ സന്ദേശം കേട്ടപ്പോ ഗോപികൾക്ക് ആന്തരജ്ഞാനം ഉണ്ടായി. അപ്പോ നല്ല ജ്ഞാനം ഉണ്ടായി. പിന്നെയും ഭഗവാന്റെ വിരഹം അവർക്ക് അപ്പോഴും സഹിക്കാൻ പറ്റുന്നുണ്ട്. ഭഗവാന്റെ ഉള്ളിൽ ഇങ്ങനെ കാണണൊക്കെ ഉണ്ട്. പിന്നെയും പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗോപസ്ത്രീകൾ. ഇത് കണ്ടപ്പോ അവരെ സമാധാനിപ്പിക്കാനും പിന്നെയും കുറെ മാസം എന്തായാലും ഇവിടെ കുറച്ചു നാള് പിടിക്കും ഇവരുടെ ഇത് തീരാൻ. എന്തായാലും ഇവിടെ താമസിച്ച് തന്നെ അവരെ പറയാം എന്ന് വിചാരിച്ച് സന്ദേശവാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെ വിവരിക്കും. അവര് അത് പറഞ്ഞ് പിന്നെയും വിലപിക്കാൻ തുടങ്ങുമ്പോ ഉദ്ധവൻ ആ സന്ദേശവാക്യം അതെങ്ങനെ പിന്നെയും പറഞ്ഞു കൊടുക്കും. അച്ഛന്റെ അമ്മയുടെയും അവര് ഗോപന്മാര് അവർക്കും ഉണ്ട് വല്ലാത്ത വിഷമം. അവരെയും ഭഗവാന്റെ മറ്റു കാര്യങ്ങൾ ഭഗവാന്റെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഉദ്ധവൻ അവരുടെ ശോകം ഇങ്ങനെ തീർത്തുകൊണ്ട് അവിടെ തന്നെ താമസിച്ചു കുറെ കാലം. പിന്നെ ആ മറ്റുള്ള ഗോകുലവാസികളോട് ആ ശ്രീകൃഷ്ണന്റെ വിനോദ കഥകൾ, നല്ല രസമായിട്ടുള്ള കുറെ കഥകളുണ്ടല്ലോ ഭഗവാന്റെ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെയും രമിപ്പിച്ചുകൊണ്ട് അവിടെ കുറെ കാലം താമസിച്ചു ഉദ്ധവൻ. യാവന്ത്യകാനി നന്ദസ്യ വ്രജേ വാസിൽസ ഉദ്ധവ വ്രജൗകസാക്ഷണപ്രായാണി ആസൻ കൃഷ്ണസ്യ വാർത്തയാ. ഉദ്ധവൻ നന്ദന്റെ വ്രജത്തില് വസിച്ചിടത്തോളം ദിവസം മുഴുവനും ശ്രീകൃഷ്ണ കഥാകാലക്ഷേപം തന്നെ ആയിരുന്നു. ഭഗവാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, കഥാപ്രസംഗം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഭഗവാനെ പറ്റിയുള്ള നിരന്തരം
കഥാശ്രവണം കൊണ്ട് ആനന്ദപരവശരായ വ്രജവാസി ജനങ്ങള് അത്രയും ദിവസം എങ്ങനെയാ കഴിഞ്ഞു പോയതെന്ന് അറിഞ്ഞില്ല. എല്ലാ ദിവസവും ഉണ്ട് ഉദ്ധവന്റെ വക കഥാപ്രസംഗം. ഇത് കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ദിവസം പോണത് അറിയില്ല. നല്ല സുഖം. അപ്പൊ അവരിങ്ങനെ കണ്ണം കൂടെയുള്ള മാതിരി അവർക്ക് ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. ക്ഷണകാലം കഴിഞ്ഞതുപോലെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. മാസങ്ങൾ താമസിച്ചു ഉദ്ധവൻ. അവർക്ക് എത്ര വേഗം കഴിഞ്ഞു പോയോ എന്നാണ് തോന്നിയത്. ഉദ്ധവനും അതുപോലെ തന്നെ സരിത്വന ഗിരിദ്രോണേ വീക്ഷൻ കുസുമിതാൻ ധ്രുമാൻ കൃഷ്ണം സംസ്മാരയൻ രേമേ ഹരിദാസോ വ്രജോകസാം. കൃഷ്ണനെ പിരിഞ്ഞ് അധികം ദിവസം വ്രജത്തിൽ ഉദ്ധവനെ എങ്ങനെയാ താമസിച്ചത്? അവിടെയും ഭഗവാന്റെ സാന്നിധ്യം തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഉദ്ധവൻ താമസിച്ചതെന്ന് പറയുന്നു. മധുരാപുരിയിൽ ചെന്ന ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ കാട്ടിയ ബഹുവിധ ലീലകള് ഒക്കെ വ്രജവാസികളോട് ഇങ്ങനെ പറയും. അത് മാത്രമല്ല ഉദ്ധവന്റെ പ്രവൃത്തി. ബാല്യകാലത്ത് ശ്രീകൃഷ്ണൻ ഇവിടെ എങ്ങനെയൊക്കെയാ കഴിച്ചത്, ഏത് ദിക്കില് സഞ്ചരിച്ചു, ഇതൊക്കെ ചോദിക്കും. അപ്പൊ അവരിങ്ങനെ പറയൂലോ, ഉത്സാഹത്തോടു കൂടി ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ പറയാണ്. കണ്ണന്റെ ഇവിടെ വെച്ചിട്ടാണ് പശുക്കുട്ടികളെ മേച്ച്, ഞങ്ങൾ ഇവിടെയാണ് പശുക്കുട്ടികളെ മേച്ച് ഇവിടെ ഇരുന്നിട്ടാണ് ഊണ് കഴിച്ചത്, ഇവിടെയാണിത് കാളിയൻ വന്നപ്പോ എടുത്തു ചാടിയത്, കാളിയൻ. ഇങ്ങനെ ഓരോന്നും അവര് ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ ഉദ്ധവൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഉദ്ധവനുണ്ടാവുന്ന ഒരു ആനന്ദം. ആ കൃഷ്ണൻ ഗോപകുമാരന്മാരെ വെച്ച് പശുക്കുട്ടികളെ മേച്ചു സഞ്ചരിച്ച വൃന്ദാവനം, കാടുകള്, കാളിയന്റെ ഗർവം ശമിപ്പിക്കാൻ കളിച്ച കാളിന്തിയുടെ തടാകം, ഇന്ദ്രന്റെ കോപം ശമിപ്പിച്ച് ശാന്തി വരുത്തി കൃഷ്ണ പരമാർത്ഥം അറിയിക്കുന്നത് വരെ വ്രജവാസികളെ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ ഒറ്റ കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച ഗോവർദ്ധന പർവ്വതം, മഴക്കാലത്ത് ഇരുന്ന് കഴിച്ചു കൂട്ടിയ ഗുഹകള്, വൃന്ദാവനത്തില് പൂത്തും കാച്ചു നിൽക്കുന്ന ബഹുവിധ മനോഹര വൃക്ഷങ്ങള്, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ സ്ഥലം ആഹാത്മ്യം കണ്ട് ആനന്ദിച്ചുകൊണ്ടും ആ പ്രദേശങ്ങളെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ ഓരോവിധ ചോദ്യങ്ങള് ആ ഗോപന്മാരുടെ മനസ്സില് ശ്രീകൃഷ്ണ രൂപം സാക്ഷാത്കരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഉദ്ധവൻ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉദ്ധവൻ ഓരോ ചോദ്യം ചോദിക്കും. അപ്പൊ എന്താ അവർക്ക് അതിങ്ങനെ ഇപ്പൊ കഴിഞ്ഞ മാതിരി ഓർമ്മ വരികയാണ് ഭഗവാന്റെ ആ കളികളൊക്കെ. അവർക്ക് അപ്പൊ അത് പറയാനും കൂടുതലൊരു ആനന്ദം, ഉത്സാഹം. അങ്ങനെ ശ്രീകൃഷ്ണ ഭക്തനായ ഉദ്ധവൻ ഭക്തിയിൽ അങ്ങോട്ട് മുഴുകി ആനന്ദിച്ചു. ഭക്തന്മാരുടെ സർവസ്വം ഭഗവാനാകയാൽ ഓരോവിധ അവതാരങ്ങളിൽ ഭഗവാൻ സഞ്ചരിച്ച പുണ്യദേശങ്ങളും മറ്റും കാണുന്നത് അവർക്ക് പരമാനന്ദ ഹേതുവാകയാൽ പുണ്യനദികളും പുണ്യക്ഷേത്രങ്ങളും മറ്റും സഞ്ചരിച്ചുകൊണ്ട് ആനന്ദിക്കാൻ വേണ്ടി തീർത്ഥയാത്ര ചെയ്യുന്നവരെയും മറ്റും പരിഹസിക്കുന്ന ചിലര് അതൊക്കെ ഇങ്ങനെ പരിഹസിക്കും. ഇപ്പൊ എന്തിനപ്പ അവിടെ ആ വൃന്ദാവനത്തിനെ പറ്റി ചിലര് പറയുന്നുണ്ട്. വൃന്ദാവനം എന്ന് കേട്ടിട്ട് അവിടെ പോകുമ്പോ എന്താ അവിടെ കുറെ പുല്ലും ഇത് മാത്രല്ലാണ്ട് ഒന്നുമില്ല. അത് ആ വൃന്ദാവനം ഭഗവാന്റെ ഓരോ ലീലകളും നടന്ന സ്ഥലമാണ്. ഓരോ മണൽത്തരയിലും ഭഗവാന്റെ കാലടികൾ പതിഞ്ഞ സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി ഭക്തിപൂർവം പോകുന്നവർക്ക് മാത്രമേ ആ വൃന്ദാവനത്തിന്റെ സൗന്ദര്യം അപ്പോൾ മാത്രമേ അത് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് എന്താ, അവര് പരിഹസിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഉദ്ധവനെ ഓരോന്നും ഇങ്ങനെ കാണുന്നത് പറയുമ്പോൾ ശരിക്കും വൃന്ദാവനത്തിൽ പോയവർക്ക് മനസ്സിലാവും. ഞാൻ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. സാധാരണ മലകള്, പിന്നെ വെള്ളച്ചാട്ടം, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ഒന്നാം തരം ഉദ്യാനം, കാട്ടില് വിടർന്നു നിൽക്കുന്ന പൂക്കള്, ഒന്നാം തരം വെള്ളച്ചാട്ടം, പിന്നെ ഇതൊക്കെ കാണുമ്പോ ആ പ്രകൃതിയുടെ മനോഹരം കാണുമ്പോ നമുക്കെല്ലാം നല്ല സന്തോഷമാണ്. ആതിരപ്പള്ളിയിലൊക്കെ പോയാൽ അങ്ങനെയാണ്. പക്ഷേ വൃന്ദാവനം പോലെയുള്ള പുണ്യ സ്ഥലത്ത് പോകുമ്പോഴാണ് വേഗം മനസ്സിലാവുക. ആ രാമകൃഷ്ണാദ്യ അവതാര പുരുഷന്മാരുടെ പാദപാംസുക്കളാൽ പരിശുദ്ധമായ വൃന്ദാവനം, പിന്നെ അയോധ്യ, ഗോദാവരി, കാളിന്തി മുതലായ മഹാത്മ്യമേറിയ സ്ഥലങ്ങളും ഇതൊക്കെ സഞ്ചരിച്ച് കാണാനായി പോകുന്ന ഭക്തന്മാരെ പരിഹസിക്കുന്നവര് എത്ര തന്നെ പണ്ഡിതന്മാരാണെന്ന് അഭിമാനിക്കുന്നവരായാലും അതില് ശരിക്കു പറഞ്ഞാൽ അവർക്ക് അതിലെ വിവരമില്ല, അത് ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഉദ്ധവൻ ആ ഓരോരോ സ്ഥലങ്ങളും ഭഗവാന്റെ ലീലകൾ നടന്ന് അതിങ്ങനെ കണ്ടും ആസ്വദിച്ചും ആ ഗോപന്മാരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചും അവിടെ വളരെ ഭക്തിപൂർവം തന്നെ ഭഗവാനെ പിരിഞ്ഞിരിക്കുകയാണെന്ന് അപ്പൊ ഉദ്ധവന് തോന്നിയില്ല. അങ്ങനെ 3-4 മാസം ഉദ്ധവൻ അവിടെ താമസിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.